ഭക്തരോട് സന്നിധാനത്ത് കയറരുതെന്ന് പറയാൻ പോലീസിന് എന്ത് അവകാശമാണുള്ളത്? ഈ ചോദ്യം ചോദിച്ചത് കേരള ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ പോലീസ് അതിക്രമമാണ് സന്നിധാനത്ത് നടക്കുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥ ഭക്തർക്കും തീർത്ഥാടകർക്കും വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട കടമ സർക്കാരിനുണ്ട്. അങ്ങനെയുള്ള സർക്കാർ ശബരിമലയിൽ ഭക്തർക്കുള്ള യാതൊരുവിധ സൗകര്യവും ഒരുക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഭക്തരെ ബന്ദിയാക്കി സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കരുതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതിനോടൊപ്പം പ്രധാനമായും ഹൈക്കോടതി സർക്കാരിനോട് മുന്നിൽ വെച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ശബരിമലയിൽ ഇത്രയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം എന്താണ്? രാത്രി നടപ്പന്തലിൽ വെള്ളമൊഴിച്ച് വിരിവെക്കാനുള്ള അവകാശം ഭക്തർക്ക് നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ഭക്തരെ സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കാത്തതിൻ്റെ സാഹചര്യം എന്താണ്? ശബരിമല KSRTCയുടെ കുത്തകയായി നൽകിയിരിക്കുകയാണോ? ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള പോലീസുകാർക്ക് തിരക്ക് നിയന്ത്രിച്ച് മുൻപരിചയം ഉണ്ടോ? ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ മത്സരിക്കുമ്പോൾ സർക്കാരിന് രാഷ്ട്രീയം മാറ്റിവെച്ച് ഭരണകൂടം എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയണം, പ്രവർത്തിക്കാൻ കഴിയണം.